സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബ്ലൈസ് തിയറിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്ലൈസ് തിയറി. ഈ ഒരു ബ്ലൈസ് തിയറിയുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന കോസ്റ്റ്ലെസ് തിയറി ഇവോൾവ് ചെയ്തത്. സോ ഒരു ലിമിറ്റേഷൻ നമ്മൾ നേരത്തെ അതിൻ്റെ തിയറി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതായത് ബ്ലൈ മേക്സ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ക്രീപ്പ്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ക്രീപ്പ് തമ്മിൽ ഡിസ്റ്റിങ്ഷൻസ് ഒന്നും തന്നെ ബ്ലൈ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ അത് തന്നെയാണ്. ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ക്രീപ്പ്. അതുപോലെ തന്നെ നമ്മൾ വേറെ അല്ലെങ്കിൽ ബാരേജസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പൈൽസിൻ്റെ ഇന്നർ ആൻഡ് ഔട്ടർ ഫേസിലെ ക്രീപ്പ് തമ്മിലും ബ്ലൈസ് തിയറിയിലെ ഡിസ്റ്റിങ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദി ക്രീപ്പ് ഇൻ ഔട്ടർ ആൻഡ് ഇന്നർ ഫേസസ് ഓഫ് ദി ഷീറ്റ് പൈൽസ്. ഷീറ്റ് പൈൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിലെ ഔട്ടർ ആൻഡ് ഇന്നർ ഫേസസിലെ ക്രീപ്പ് തമ്മിലും ബ്ലൈസ് തിയറിയിൽ ഡിസ്റ്റിങ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഔട്ടർ ഫേസിലുള്ള ക്രീപ്പിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഇന്നർ ഫേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അങ്ങനൊരു ഡിസ്റ്റിങ്ഷൻ ബ്ലൈസ് തിയറിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതാണ് വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ രണ്ട് ലിമിറ്റേഷൻ പഠിച്ചു. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ക്രീപ്പ് തമ്മിൽ ഡിഫറൻസ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പൈലിൻ്റെ ഔട്ടർ ആൻഡ് ഇന്നർ ഫേസസിലുള്ള ക്രീപ്പ് തമ്മിലും എന്ത് കൊടുത്തിട്ടില്ല, ഡിഫറൻസ് ഒന്നും അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഒരു നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഒരു ബ്ലൈസ് തിയറി നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു സ്ട്രക്ചറിൽ അത് ആപ്ലിക്കബിൾ ആവണം എന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് സക്സസീവ് ആയിട്ടുള്ള പൈല് തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പൈലിൻ്റെ ഡെപ്തും ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബ്ലൈസ് തിയറി ആ ഒരു സ്ട്രക്ചറിൽ ആപ്ലിക്കബിൾ ആവുമോ അല്ലയോ എന്ന് നോക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സക്സസീവ് ആയിട്ടുള്ള രണ്ട് പൈൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു പൈലിൻ്റെ ഡെപ്തിൻ്റെ രണ്ടിരട്ടിയെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു ബ്ലൈസ് തിയറി ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതും ബ്ലൈസ് തിയറിയുടെ ഒരു ലിമിറ്റേഷനാണ്. സപ്പോസ് ഈ ഒരു കണ്ടീഷൻ ഏതെങ്കിലും കേസിൽ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തിയറി അവിടെ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ആ ഒരു തിയറി കൊണ്ട് നമുക്ക് അവിടെ ഒരു യൂസ് ഇല്ലാണ്ട് വരുവാണ്. സോ അതും ബ്ലൈസ് തിയറിയുടെ ഒരു ലിമിറ്റേഷനാണ്. അതായത് ഇറ്റ് ഹോൾഡ്സ് ഗുഡ് സോ ലോങ് ആസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പൈൽ ലൈൻ ഈസ് ഗ്രേറ്റർ ദാൻ ട്വൈസ് ദെയർ ഡെപ്ത്. പൈലിൻ്റെ ഡെപ്തിൻ്റെ ട്വൈസിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസിലാണ് സക്സസീവ് ആയിട്ടുള്ള രണ്ട് പൈൽസെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലൈസ് തിയറി അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദി തേർഡ് ലിമിറ്റേഷൻ. ദെൻ അതുപോലെ തന്നെ എക്സിറ്റ് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. അതായത് നമ്മുടെ ഒരു സ്ട്രക്ചർ ഹൈഡ്രോളിക് സ്ട്രക്ചർ ലൈക്ക് വേറൊരു ബാരേജ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്, ഒരു കൺസെപ്റ്റാണ് എക്സിറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ബ്ലൈസ് തിയറിയിൽ എക്സിറ്റ് ഗ്രേഡിയൻറ്റിനെ പറ്റി യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഫോർത്ത് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഹി ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഐഡിയ ഓഫ് എക്സിറ്റ് ഗ്രേഡിയൻറ്റ്. സോ ഫോർത്ത് ലിമിറ്റേഷനായിട്ട് നമുക്കത് പറയാം. ദെൻ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ബ്ലൈസ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള അസംഷനാണ്. ബ്ലൈസ് തിയറിയുടെ ബേസിക് അസംഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹെഡ് ലോസ് എന്ന് പറയുന്നത് ടോട്ടൽ ക്രീപ്പ് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ബ്ലൈസ് തിയറിയുടെ ബേസിക് അസംഷൻ. ആ അസംഷൻ തന്നെ തെറ്റാണ്. അങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലീനിയർ വേരിയേഷൻ ഒരിക്കലും ഹെഡ് ലോസിന് ഉണ്ടാവില്ല. ഹെഡ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സിനുസോയിഡൽ ആയിട്ടുള്ളൊരു വേരിയേഷനാണ് ഫോം ചെയ്യുന്നത്. ഒരു സൈൻ വേവിൻ്റെ ഒരു പാത്താണ് ഹെഡ് ലോസിന് ഉണ്ടാവുന്നത്. ഒരിക്കലും അതിനൊരു ലീനിയർ വേരിയേഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ ക്രീപ്പ് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഹെഡ് ലോസ് ഒക്കർ ചെയ്യില്ല. സോ ബേസിക് അസംഷൻ ഓഫ് ബ്ലൈസ് തിയറി തന്നെ തെറ്റാണ്. അതും ഒരു ലിമിറ്റേഷനാണ് ബ്ലൈസ് തിയറിയുടെ. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഫെയിലുവർ ഓഫ് വെയർ അല്ലെങ്കിൽ ബാരേജസ് പഠിച്ചു. സോ ആ ഒരു ഫെയിലുവറിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിൽ പൈല് പ്രൊവൈഡ് ചെയ്യുന്നത് വെയർ അല്ലെങ്കിൽ ബാരേജസിൽ. പക്ഷേ ബ്ലൈസ് തിയറിയിൽ നമ്മൾ ഫെയിലുവറിനെ ഓവർകം ചെയ്യാൻ വേണ്ട മെത്തേഡ്സ് പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ഫെയിലുവർ ബൈ പൈപ്പിംഗ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ സഫീഷ്യൻറ്റ് ക്രീപ്പ് ലെങ്ത് പ്രൊവൈഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഫെയിലുവർ ബൈ ഡയറക്റ്റ് അപ്ലിഫ്റ്റ് ആണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സഫീഷ്യൻ്റ് ആയിട്ടുള്ള തിക്നെസ്സിൻ്റെ ഫ്ലോർ പ്രൊവൈഡ് ചെയ്താൽ മതി എന്നൊക്കെയാണ് ബ്ലൈസ് തിയറിയിൽ പറഞ്ഞത്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഫെയിലുവർ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഡൗൺ സ്ട്രീം സൈഡിൽ പൈല് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പൈപ്പിംഗ് ഫെയിലുവർ ഓവർകം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അത് ഒക്കർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൗൺ സ്ട്രീം സൈഡിൽ പൈല് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബ്ലൈസിൻ്റെ കൺസെപ്റ്റിൽ പറയുന്നത് ഈ
ഒരു ഫെയിലുവർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പോണൻ്റ് ആയിട്ടല്ല ബ്ലൈസ് ഈ ഒരു ഡൗൺ സ്ട്രീം സൈഡിലെ പൈലിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ടോട്ടൽ ക്രീപ്പ് ലെങ്ത്തിൽ വരുന്ന ഒരു സിമ്പിൾ കമ്പോണൻ്റ് ആണ് ആ ഒരു ഡൗൺ സ്ട്രീം സൈഡിലെ പൈല് എന്ന് മാത്രമാണ് ബ്ലൈസ് അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അതും ബ്ലൈസ് തിയറിയുടെ ഒരു ലിമിറ്റേഷൻ ആണ്. സോ ഇത്രയുമാണ് ബ്ലൈസ് തിയറിയുടെ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് പറഞ്ഞത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ക്രീപ്പ് തമ്മിൽ ഡിഫറൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ക്രീപ്പ്. അതുപോലെ തന്നെ നമ്മുടെ പൈലിൻ്റെ ഔട്ടർ ആൻഡ് ഇന്നർ ഫേസിലെ ക്രീപ്പ് തമ്മിലും ഡിസ്റ്റിങ്ഷൻ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ദെൻ അതുപോലെ ബ്ലൈസ് തിയറി ആപ്ലിക്കബിൾ ആവണം എന്നുണ്ടെങ്കിൽ സക്സസീവ് ആയിട്ടുള്ള രണ്ട് പൈൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ട്വൈസ് ദി ഡെപ്ത് ഓഫ് ദി പൈൽ. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ മാത്രമേ ബ്ലൈസ് തിയറി ആപ്ലിക്കബിൾ ആവുള്ളൂ ഫോർ എ സ്ട്രക്ചർ. If this condition does not satisfy, then there is no use of Bly's theory. അത് നമ്മുടെ ബ്ലൈസ് തിയറിയുടെ തേർഡ് ലിമിറ്റേഷൻ ആണ്. ദെൻ അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സിറ്റ് ഗ്രേഡിയൻറ്റിൻ്റെ ഐഡിയയെ പറ്റി ഒന്നും തന്നെ ബ്ലൈസ് തിയറിയിൽ പറഞ്ഞിട്ടില്ല. ദർ ഈസ് നോ എക്സ്പ്ലനേഷൻ അബൌട്ട് ദി ഐഡിയ ഓഫ് എക്സിറ്റ് ഗ്രേഡിയൻറ്റ്. ദെൻ നമുക്ക് പറയാൻ പറ്റുന്നത് ബേസിക് അസംഷൻ ഓഫ് ബ്ലൈസ് തിയറി ഹോൾസ് റോങ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഫോളോ എ ലീനിയർ വേരിയേഷൻ, ദാറ്റ് ഈസ് ഇറ്റ് വിൽ നോട്ട് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടോട്ടൽ ക്രീപ്പ് ലെങ്ത്. അതെന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഫോളോ എ സിനുസോയിഡൽ ഫോർമാറ്റ്. ഒരു സൈനുസോയിഡൽ ആയിട്ടുള്ള വേരിയേഷൻ ആണ് ഹെഡ് ലോസിന് ഉണ്ടാകുന്നത്, ഒരിക്കലും ഒരു ലീനിയർ വേരിയേഷൻ ആയിരിക്കില്ല. ദെൻ അതുപോലെ തന്നെ നമ്മുടെ പൈപ്പിംഗ് ഫെയിലുവർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺ സ്ട്രീം സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പൈൽ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ബ്ലൈസ് തിയറി വെച്ചിട്ട് ബ്ലൈസിൻ്റെ കൺസെപ്റ്റിലാണെങ്കിൽ അതെന്ന് പറയുന്നത് ടോട്ടൽ ക്രീപ്പ് ലെങ്ത്തിൽ വരുന്ന ഒരു ജസ്റ്റ് കമ്പോണൻറ്റ് മാത്രമായിട്ടാണ് ഡൗൺ സ്ട്രീം സൈഡിലെ പൈലിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ബ്ലൈസ് തിയറിയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലിമിറ്റേഷൻസിനെ ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു തിയറി കൊണ്ടുവരുന്നു. ആ തിയറിയാണ് കോസ്ലാസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ കോസ്ലാസ് തിയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൈസ് തിയറി സ്റ്റാർട്ടിങ് പറഞ്ഞത് എന്താണ്, നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷനിൽ കൂടി ആ ഒരു ഫൗണ്ടേഷൻ്റെ ബേസിൻ്റെ ഷേപ്പ് ഏതാണോ ആ ഒരു ഔട്ട്ലൈനിലായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എന്നും പറഞ്ഞാണ് നമ്മൾ ബ്ലൈസ് തിയറി സ്റ്റാർട്ട് ചെയ്തത്. സോ ബ്ലൈസ് തിയറിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ബ്ലൈസ് പറഞ്ഞ ആ ഒരു ഫോമാറ്റിലല്ല വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എന്നാണ് കോസ്ലാസ് തിയറി എന്ത് ചെയ്തത്, പ്രൂവ് ചെയ്തത്. അപ്പോൾ കോസ്ലാസ് തിയറിയിൽ പറയുന്നത് സീപ്പേജ് വാട്ടർ ഡസ് നോട്ട് ക്രീപ്പ് അലോങ് ദി ഔട്ട്ലൈൻസ് ഓഫ് ദി ഹൈഡ്രോളിക് സ്ട്രക്ചർ ആർ സ്റ്റേറ്റഡ് ബൈ ബ്ലൈസ് തിയറിയിൽ പറയുന്നത് പോലെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ബേസിൻ്റെ ഒരു ഷേപ്പ് എന്താണോ ആ ഒരു ഔട്ട്ലൈനിലല്ല വാട്ടർ എന്ത് ചെയ്യുന്നത്, ഫൗണ്ടേഷന് ബിനീത്തായിട്ട് ഫ്ലോ ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യുന്നു, സ്ട്രീം ലൈൻസ് ആയിട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എന്നാണ് കോസ്ലാസ് തിയറി പറയുന്നത്. വാട്ടർ ഫ്ലോസ് അലോങ് എ സെറ്റ് ഓഫ് സ്ട്രീം ലൈൻസ്. സോ ഒരു സെറ്റ് ഓഫ് സ്ട്രീം ലൈൻസ് ആയിട്ടാണ് ബിനീത് ദി ഫൗണ്ടേഷൻ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ബോട്ടം കോണ്ടൂറിനെ ഫോളോ ചെയ്യുന്ന രീതിക്കല്ല വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു സ്ട്രീം ലൈൻസ് ആയിട്ടുള്ള വാട്ടറിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് വി ക്യാൻ ഡിഫൈൻ ദാറ്റ് ഫ്ലോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോയിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാപ്ലേസ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ആ ഒരു ഫ്ലോയിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ ഫ്ലോ ആണ്, 2 ഡയമെൻഷണൽ വെർട്ടിക്കൽ പ്ലെയിനിൽ നടക്കുന്ന ഒരു ഫ്ലോ ആയിട്ടാണ്, സ്ട്രീം ലൈൻസിലുള്ളൊരു ഫ്ലോ ആണ് ഫൗണ്ടേഷൻ അടിയിൽ കൂടി നടക്കുന്നത്. സോ d²5/dx² + d²5/dz² = 0 എന്ന് പറയുന്ന ലാപ്ലാസ് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കോസ്ലാസ് തിയറിയിൽ പറയുന്നു. സോ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ d²5/dx² അതുപോലെ തന്നെ d²5/dz². അപ്പം ഓർത്തോഗണലി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് സെറ്റ് ലൈൻസിനെയാണ് ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. dx² അതുപോലെ തന്നെ dz². ഓർത്തോഗണലി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് സെറ്റ് ലൈൻസ് ആണ് ഈ ഒരു ലാപ്ലാസ് ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ രണ്ട് സെറ്റ് ലൈൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് സ്ട്രീം ലൈൻസും അതുപോലെ തന്നെ സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസുമാണ്. സോ സ്ട്രീം ലൈൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്ട്രീം ലൈൻ പാത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രീം ലൈൻ പാത്തിൽ കൂടി ഫ്ലോ ചെയ്യുന്നതാണ് വാട്ടർ. ആ ഒരു സ്ട്രീം ലൈൻ പാത്തിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുമ്പം ഉണ്ടാവുന്ന ചേഞ്ചസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് അറ്റ് എ പോയിന്റ് ആണ് വാട്ടർ എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചറിന് അടിയിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു പോയിന്റിൽ വെച്ച് വാട്ടർ എന്ത് ചെയ്യുന്നു, സ്ട്രക്ചറിന് മുകളിലേക്ക് എമർജ് ചെയ്ത് വരുന്നു. സോ ഈ ഒരു എൻറ്റയർ ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഇപ്പോൾ സപ്പോസ് പെർക്കുലേറ്റ് ചെയ്യുന്ന പോയിന്റിൽ സപ്പോസ് ഒരു H എന്ന് പറയുന്ന ഒരു ഹെഡ് നമ്മുടെ വാട്ടറിന് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമർജ് ചെയ്ത് വരുന്ന പോയിന്റിൽ, എമർജിങ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വാട്ടറിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഈ ഒരു പെർക്കുലേറ്റിംഗ് പോയിന്റ് മുതൽ എമർജിങ് പോയിന്റ് വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസിൽ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു വാട്ടറിൻ്റെ ഹെഡ് എന്ത് ചെയ്യുന്നു, ലോസ് ആയതിനു ശേഷമാണ് വാട്ടർ എമർജായി പുറത്തു വരുന്നത്. സോ
നമ്പർ ഓഫ് സ്ട്രീം ലൈൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ ഓരോ സ്ട്രീം ലൈൻസ് നോക്കുമ്പോഴും സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിന്റും ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്ക് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിന് അതിൻ്റെ ഹെഡ് ലോസ് ആവുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു സ്ട്രീം ലൈനിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സം എമൗണ്ട് ഓഫ് ഹെഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സപ്പോസ് അതൊരു H' എന്ന് പറയുന്ന ഒരു ഹെഡാണ് സപ്പോസ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രീം ലൈനിൽ വാട്ടറിന് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ നമ്പർ ഓഫ് സ്ട്രീം ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓരോ സ്ട്രീം ലൈൻസിലും പെർട്ടിക്കുലർ പോയിന്റ്സിൽ എന്തുണ്ടാവും, ഈ സെയിം H' എന്ന് പറയുന്ന ഹെഡ് ഉണ്ടാവുന്ന പെർട്ടിക്കുലർ പോയിന്റ്സ് ഉണ്ടാവും ഓരോ സ്ട്രീം ലൈൻസിലും. അപ്പോൾ ആ ഒരു സെയിം ഹെഡ് വരുന്ന പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്നതാണ് ഇക്യു പൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഹെഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇക്യു പൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മുടെ പെർക്കുലേറ്റിംഗ് പോയിന്റ് മുതൽ എമർജിംഗ് പോയിന്റ് വരെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടോട്ടലായിട്ട് കംപ്ലീറ്റ്ലി ഹെഡ് ലോസ് നടന്നതിന് ശേഷമാണ് വാട്ടർ എമർജ് ചെയ്ത് വരുന്നത്. സോ ഡ്യൂറിങ് ദിസ് ട്രാവൽ ഈ ഒരു പാത്ത് നോക്കിക്കഴിഞ്ഞാൽ അറ്റ് എ പോയിന്റ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹെഡ് ഉണ്ടായിരിക്കും. ഈച്ച് സ്ട്രീംസിലും ആ ഒരു സെയിം വാല്യൂ വരുന്ന പോയിന്റ് ഉണ്ടായിരിക്കും, സെയിം വാല്യൂ ഓഫ് ഹെഡ് വരുന്ന പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സെയിം വാല്യൂ ഓഫ് ഹെഡ് വരുന്ന പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രീം ലൈനും അതുപോലെ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ ലൈനും ഇങ്ങനെ ഓർത്തോഗണലി ഇന്റർസെക്ട് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റ്സിനെയാണ് നമ്മൾ ഈ ഒരു ലാപ്ലാസ് ഇക്വേഷൻ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കോസ്ലാസ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പം കോസ്ലാസ് തിയറിയിൽ ഈ ഒരു സ്ട്രീം ലൈൻസും അതുപോലെ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും രണ്ടിനെയും കൂടി നമ്മൾ ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് നമ്മുടെ ഫ്ലോ നെറ്റ് എന്ന് പറയുന്നത്. രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫ്ലോ നെറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്ട്രീം ലൈൻസിൽ കൂടിയായിരിക്കും വാട്ടർ എന്ത് ചെയ്യുന്നത്, പെർക്കുലേറ്റിംഗ് പോയിന്റ് മുതൽ എമർജിംഗ് പോയിന്റ് വരെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിം ഹെഡ് വരുന്ന പോയിന്റ്സിനെയൊക്കെ കൂടി ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. ഈ പോയിന്റ്സിലൊക്കെ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ്സിലൊക്കെയുള്ള വാട്ടറിന്റെ ഹെഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ഫ്ലോ നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് കോസ്ലാസ് തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്ലൈസ് തിയറിയിൽ പറയുന്നത് പോലെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ബേസ് ലൈനിൻ്റെ ഷേപ്പിലല്ല വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് കോസ്ലാസ് തിയറിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മൾ ബ്ലൈസ് തിയറിക്കകത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സിറ്റ് ഗ്രേഡിയന്റിനെ പറ്റി ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ബ്ലൈസ് തിയറിക്കകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ കോസ്ലാസ് തിയറിയിൽ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ഗ്രേഡിയന്റിനെ പറ്റി പറയുന്നുണ്ട്. അതും ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയന്റ് ആണ്. അപ്പം നമ്മുടെ എക്സിറ്റ് ഗ്രേഡിയന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയന്റ് എന്ന് പറയണമെങ്കിൽ ഈ എക്സിറ്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഒരു ടേം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫെയിലുവർ ബൈ ഡയറക്റ്റ് അപ്ലിഫ്റ്റിൽ നിന്ന് വരുന്ന ഒരിതാണ് എക്സിറ്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു എക്സിറ്റ് ഗ്രേഡിയന്റ് ക്രിട്ടിക്കൽ ആവണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഫെയിലുവർ ബൈ ഡയറക്റ്റ് അപ്ലിഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സുമാണ് അവിടെ വരുന്ന രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഈ രണ്ട് ഫോഴ്സ് നമ്മുടെ സോയിൽ ഗ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന അപ്വേർഡ് ഫോഴ്സും അതുപോലെ തന്നെ ഡൗൺവേർഡ് ഫോഴ്സും ഇത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. എക്സിറ്റ് ഗ്രേഡിയന്റ് ക്രിട്ടിക്കൽ ആവണം എന്നുണ്ടെങ്കിൽ അപ്വേർഡ് ഫോഴ്സും അതുപോലെ തന്നെ ഡൗൺവേർഡ് ഫോഴ്സും. അപ്പോൾ നമ്മൾ സോയിൽ ഗ്രെയിൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് സബ്മേർജ്ഡ് വെയിറ്റ് ആയിരിക്കും. ഇത് രണ്ടും എക്സിറ്റ് പോയിന്റിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയന്റിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയന്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 4 to 5 ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിരിക്കണം നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു 4 or 5 ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി 4 or 5 വരുന്ന കേസസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, എക്സിറ്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് സേഫ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു പൈപ്പിംഗ് ഫെയിലുവർ ഉണ്ടാവാനുള്ള ചാൻസസ് അവിടെ ഉണ്ടാവുന്നില്ല. 4 to 5 ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 1 - n × SS-1 എന്ന് പറയുന്നത്. ഇതിൽ n എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഉള്ള ഒരു സോയിൽ പാർട്ടിക്കിൾസിന്റെ പോറോസിറ്റിയും അതുപോലെ തന്നെ SS എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ സോയിൽ പാർട്ടിക്കിൾസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുമാണ്. അപ്പം ബ്ലൈസിന്റെ ഒരു ലിമിറ്റേഷനായ എക്സിറ്റ് ഗ്രേഡിയന്റിനെ പറ്റിയുള്ള മെൻഷനിങ് ഇല്ല എന്നുള്ളതും കോസ്ലാസ് തിയറിക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് ഗ്രേഡിയന്റ് എന്താണെന്നും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയന്റ് ഏത് കണ്ടീഷനിലാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളും കോസ്ലാസ് തിയറിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ബ്ലൈസ് തിയറിയും അതുപോലെ തന്നെ കോസ്ലാസ് തിയറിയും തമ്മിലുള്ളൊരു ജനറൽ കമ്പാരിസൺ ആണ്. കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൈസ് തിയറിക്കകത്ത് എന്തൊക്കെ പറയുന്നു, അതിനെ കോസ്ലാസ് തിയറി വന്നപ്പോൾ എന്ത് ചേഞ്ചസ് ആണ് വന്നത്. സോ ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബ്ലൈസ് തിയറി ഡിഫൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ വാട്ടർ എന്ത് ചെയ്യുന്നു, ഫൗണ്ടേഷൻ അടിയിൽ കൂടി ഫ്ലോ ചെയ്യുന്നത് ബോട്ടം കോണ്ടൂറിനെ ഫോളോ ചെയ്യുന്ന രീതിക്കാണ് എന്നാണ് ബ്ലൈസ് തിയറിയിൽ പറഞ്ഞത്. സോ വാട്ടർ ക്രീപ്സ് അലോങ് ദി ബോട്ടം കോണ്ടൂർ ഓഫ് ദി സ്ട്രക്ചർ എന്നാണ് ബ്ലൈസ് തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കോസ്ലാസ് തിയറി എത്തിയപ്പോൾ എന്ത് പറയുന്നു, വാട്ടർ എന്ത് ചെയ്യുന്നില്ല, ബോട്ടം കോണ്ടൂറിനെ ഫോളോ ചെയ്യുന്ന രീതിക്കല്ല വാട്ടർ ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രീപ്പ് ചെയ്യുന്നത് എന്ന് കോസ്ലാസ് തിയറി വന്നപ്പോഴത്തേക്കും അതിനെ തിരുത്തി പറഞ്ഞു. സോ നെക്സ്റ്റ് നമ്മൾ ബ്ലൈസ് തിയറിയുടെ അസംഷൻ പറഞ്ഞു. നമ്മുടെ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ ഹെഡ് ലോസിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണെന്ന് ബ്ലൈസ് തിയറിക്കകത്ത് പറഞ്ഞു. പക്ഷേ കോസ്ലാസ് തിയറി എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, അതൊരു സിനുസോയിഡൽ വേരിയേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഒരു സൈനസോയിഡൽ ഫോമാറ്റ് ആണ് അതിന് ഉള്ളത്. നമ്മുടെ സൈൻ കർവിന്റെ ഒരു ഷേപ്പിലാണ് അത് വേരി ചെയ്യുന്നത്, ലീനിയർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ അല്ല അതിനുള്ളതെന്നാണ് കോസ്ലാസ് തിയറി എത്തിയപ്പോൾ അതിനെ കറക്റ്റ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ ബ്ലൈസ് തിയറിക്കകത്ത് പറഞ്ഞത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഔട്ട്ലൈൻ ഏത് ഷേപ്പിലാണോ ആ ഒരു ഷേപ്പിൽ വാട്ടർ എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്യുന്നു. പക്ഷേ കോസ്ലാസ് തിയറി എത്തിയപ്പോഴത്തേക്കും പറഞ്ഞു വാട്ടർ ബിലോ ദി സ്ട്രക്ചർ ഫ്ലോ ചെയ്യുന്നത് ഒരു പാരാബോളിക് പാത്തിലാണ്, അതല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു പാത്തിലാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നതെന്ന് കോസ്ലാസ് തിയറി എത്തിയപ്പോൾ കറക്ഷൻ വന്നു. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ലിമിറ്റേഷൻ ബ്ലൈസ് തിയറിയിൽ പറഞ്ഞത് ഡൗൺ സ്ട്രീം സൈഡിലുള്ള പൈല് നമ്മൾ എന്തിനാണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള ഒരു മെൻഷനിങ് അവിടെ വന്നിട്ടില്ല. ജസ്റ്റ് ടോട്ടൽ ക്രീപ്പ് ലെങ്ത്തിൽ വരുന്നൊരു കമ്പോണന്റ് മാത്രമായിട്ടാണ് ബ്ലൈസ് തിയറിയിൽ നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിലെ പൈലിനെ കൺസിഡർ ചെയ്തത്. പക്ഷേ കോസ്ലാസ് തിയറിക്കകത്ത് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നു, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഡൗൺ സ്ട്രീം സൈഡിൽ പൈല് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രൊവിഷൻ എന്താണെന്നുള്ളത് കോസ്ലാസ് തിയറിക്കകത്ത് ആപ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ കോസ്ലാസ് തിയറി കൺസിഡേർഡ് ദി പ്രൊവിഷൻ ഓഫ് പൈലറ്റ് ഡൗൺ സ്ട്രീം എൻഡ് ഓഫ് ദി വെയേഴ്സ് ആസ് എ മസ്റ്റ് ആയിട്ട് നമ്മളത് പ്രൊവൈഡ് ചെയ്തേ പറ്റൂ. ജസ്റ്റ് ക്രീപ്പ് ലെങ്ത്തിൽ വരുന്നൊരു കമ്പോണന്റ് മാത്രമല്ല, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് കോസ്ലാസ് തിയറിക്കകത്ത് ക്ലിയർ ആയിട്ട് അതിൻ്റെ തിയറി പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഫെയിലുവർ ബൈ പൈപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർമൈനിങ്, അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രീപ്പ് ലെങ്ത് പ്രൊവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിനെ എന്ത് ചെയ്താൽ മതി, റെഡ്യൂസ് ചെയ്താൽ മതി, നമുക്ക് പൈപ്പിംഗ് കാരണം ഉണ്ടാകുന്ന ഫെയിലുവറിനെ ഓവർകം ചെയ്യാം എന്നാണ് ബ്ലൈസ് പറഞ്ഞത്. പക്ഷേ കോസ്ലാസ് തിയറി എത്തിയപ്പോഴത്തേക്കും പറഞ്ഞു ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്താൽ ആ ഒരു പൈപ്പിംഗ് കൊണ്ടുണ്ടാകുന്ന ഫെയിലുവർ ഓവർകം ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സിറ്റ് ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് ആ ഒരു അണ്ടർമൈനിങ് ഫെയിലുവർ അല്ലെങ്കിൽ പൈപ്പിംഗ് ഫെയിലുവറിനെ ഓവർകം ചെയ്യാൻ പറ്റൂ. ഒരു 4 to 5 വാല്യൂവിൽ വരുന്നൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എക്സിറ്റ് ഗ്രേഡിയന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു പൈപ്പിംഗ് ഫെയിലുവറിനെ ഓവർകം ചെയ്യാൻ പറ്റൂ എന്ന് കോസ്ലാസ് തിയറിയിൽ പറഞ്ഞു. സോ ഇത്രയുമാണ് ബ്ലൈസ് ആൻഡ് കോസ്ലാസ് തിയറി തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ ഒരിക്കലും പറയാം, ഫസ്റ്റ് പറഞ്ഞത് ബോട്ടം കോണ്ടൂറിനെ ഫോളോ ചെയ്യുന്ന രീതിക്കാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ബ്ലൈസ് പറഞ്ഞു. പക്ഷേ കോസ്ലാസ് വന്നപ്പോൾ പറഞ്ഞു ഒരിക്കലും ബോട്ടം കോണ്ടൂറിനെ അല്ല ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡ് പറഞ്ഞത് ഹെഡ് ലോസ് എന്ന് പറയുന്നത് ലീനിയർ വേരിയേഷൻ ആണെന്നാണ് ബ്ലൈസ് പറഞ്ഞത്. പക്ഷേ ഹെഡ് ലോസ് ഒരിക്കലും ഒരു ലീനിയർ വേരിയേഷൻ അല്ല, ഒരു സൈനസോഡൽ വേരിയേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് കോസ്ലാസ് തിയറിയിൽ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ബേസ്മെന്റ് ഓഫ് ദി ഫൗണ്ടേഷന്റെ ബേസ് ഔട്ട്ലൈൻ ഏതാണോ ആ ഒരു ഷേപ്പിലാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നതെന്ന് ബ്ലൈസ് തിയറിയിൽ പറഞ്ഞു. പക്ഷേ പാരാബോളിക് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു പാത്തിലാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ആക്ച്വലി ഫ്ലോ ചെയ്യുന്നതെന്ന് കോസ്ലാസ് തിയറി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ദെൻ അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം സൈഡിൽ എന്തിനു വേണ്ടിയിട്ടാണ് പൈൽസ് ആക്ച്വലി കൊടുക്കുന്നത് എന്നുള്ള ആക്ച്വൽ ആയിട്ടുള്ള അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ബ്ലൈസ് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ക്രീപ്പ് ലെങ്ത്തിലെ കമ്പോണന്റ് ആയിട്ട് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി നമ്മളൊരു സേഫ്റ്റി മെഷറായിട്ടാണ് അതവിടെ കൊടുക്കുന്നതെന്നും കറക്റ്റായിട്ട് നമ്മൾ അതവിടെ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം വരുന്നതെന്നൊക്കെയുള്ള ആക്ച്വൽ തിയറീസ് കോസ്ലാസ് തിയറി വന്നപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ അതുപോലെ തന്നെ ഫെയിലുവർ ബൈ പൈപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർമൈനിങ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് റെഡ്യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ക്രീപ്പ് ലെങ്ത് പ്രൊവൈഡ് ചെയ്താൽ മതി എന്നുള്ളൊരു തിയറിയാണ് ബ്ലൈസ് തിയറിയിൽ പറഞ്ഞത്. പക്ഷേ അങ്ങനെ കൊടുത്താൽ നമുക്ക് പൈപ്പിംഗ് ഫെയിലുവർ ഓവർകം ചെയ്യാൻ പറ്റില്ല. പകരം 4 to 5 വാല്യൂസുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി വാങ്ങുന്ന ഒരു എക്സിറ്റ് ഗ്രേഡിയന്റ് കൊടുത്താൽ മാത്രമേ പൈപ്പിംഗ് ഫെയിലുവർ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റൂ എന്ന് കോസ്ലാസ് തിയറി വന്നപ്പോൾ പറഞ്ഞു. സോ ഇതാണ് ബ്ലൈസ് തിയറിയും കോസ്ലാസ് തിയറിയും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ നമ്മൾ
ബ്ലൈസ് തിയറി എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ കോസ്ലാസ് തിയറി എന്താണെന്ന് പഠിച്ചു. ദെൻ എന്താ പറഞ്ഞത്, ഏതൊക്കെ റീസൺസ് കൊണ്ടാണ് നമ്മുടെ വെയർ അല്ലെങ്കിൽ ബാരേജസ് പെർമിയബിൾ സോയിൽസിൽ അല്ലെങ്കിൽ പെർവിയസ് ഫൗണ്ടേഷൻസിൽ ഫെയിൽ ആവുന്നതെന്ന് പഠിച്ചു. ദെൻ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് വെയർ, 3 ടൈപ്സ് ഓഫ് വെയേഴ്സ് ഏതൊക്കെയാണ്, റോക്ക്ഫിൽ വെയർ വിത്ത് സ്ലോപ്പിംഗ് ഏപ്രോൺസ്, അതുപോലെ തന്നെ കോൺക്രീറ്റ് വെയർ വിത്ത് സ്ലോപ്പിംഗ് ഗ്ലേസസ്, ദെൻ മേസൺട്രി വെയേഴ്സ് വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ്, 3 ടൈപ്പ് വെയേഴ്സും പഠിച്ചു. ദെൻ ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ച പോർഷൻസ് ഇന്ന് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ബ്ലൈസ് തിയറി ഓഫ് ഡിസൈൻ ഓഫ് ഇംപെർമിയബിൾ ഫൗണ്ടേഷൻസ്. ബ്ലൈസ് തിയറിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ അതിൽ വരുന്ന ബേസിക് അസംഷൻ എന്ന് പറയുന്നത് റോങ് ആയിരുന്നു. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ക്രീപ്പ് തമ്മിൽ ഡിസ്റ്റിങ്ഷൻ ഇല്ല, ഇന്നർ ആൻഡ് ഔട്ടർ ഫേസിലെ ക്രീപ്പ് തമ്മിൽ ഡിസ്റ്റിങ്ഷൻ ഇല്ല. ദെൻ ഇത് ആപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പൈൽ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ട്വൈസ് ദി ഡെപ്ത് ഓഫ് ദി പൈൽ. അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞു, 3 മാർക്കിനാണ് ചോദിച്ചത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി ഫെയിലുവർ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ ബൈ സബ്സർഫസ് ഫ്ലോ, അതായത് നമ്മുടെ ഫെയിലുവർ ബൈ ഡയറക്റ്റ് അപ്ലിഫ്റ്റും അതുപോലെ തന്നെ ഫെയിലുവർ ബൈ പൈപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർമൈനിങ്ങും 4 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ. ദെൻ അതുപോലെ എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയേഴ്സ് വിത്ത് നീറ്റ് സ്കെച്ചസ്. 3 ടൈപ്പ് വെയറാണ് നമ്മൾ പഠിച്ചത്. വിത്ത് സ്കെച്ചസ് 6 മാർക്കിന് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ച പോർഷൻസിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.